രാഹുൽ മാങ്കുട്ടത്തിന് ജാമ്യമില്ല. ജാമ്യം നിഷേധിച്ചുകൊണ്ട് പത്തനംതിട്ട കോടതിയുടെ തീരുമാനം വന്നിരിക്കുകയാണ്. 2024 വീണ്ടും കൊള്ള നടത്താൻ രാഹുൽ മാങ്കുട്ടത്തിന് ജാമ്യമില്ല. ആരും അങ്ങനെ സന്തോഷിക്കുമൊന്നും പറ്റോടെ. ജാമ്യം ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അയ്യോ അവൻ കുറ്റക്കാരനാണ്, അങ്ങനെയാണ്, മറ്റേതാണ്, അതുകൊണ്ടാണ് അവന് ജാമ്യം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. മജിസ്ട്രേറ്റ് കോർട്ടാണ്, പറഞ്ഞ മനസ്സിലാക്കണം. അവിടെ ഇതിനൊന്നും അങ്ങനെ ജാമ്യമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വലുതായിട്ട് കൊടുക്കാറൊന്നും ഇല്ല. അതുകൊണ്ടൊന്ന് ചിന്തിച്ചാൽ സാമാന്യ ബോധമുള്ളവരെ ചിന്തിക്കും, ഇല്ലാത്തവരെ ചിന്തിക്കത്തില്ല. ഇത് ഹൈക്കോടതി കൊടുത്താൽ ചിലപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോൾ തന്നെ ചിലപ്പോൾ 2 മണിയാകുമ്പോൾ ചിലപ്പോൾ കിട്ടാനും ചാൻസ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഞാനിവിടെ നിങ്ങളോട് പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഇപ്പോഴും ശബരിമല വിഷയങ്ങൾ അണഞ്ഞാണെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും നടത്തുന്നില്ല. പിന്നെ ഇന്നലെ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, മലപ്പുറത്ത് ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു വിഷയം. അതിനെക്കുറിച്ച് അങ്ങോട്ട് 2-3 ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിന്റെ മാത്രമേ വരുന്നുള്ളൂ. എന്തുകൊണ്ട്? ഏറ്റവും വലിയൊരു വിഷയമാണ് ശബരിമല വിഷയം. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല? പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ സർക്കാരിനോടും മീഡിയക്കാരോടും എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ ജാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതിന് മുമ്പ് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഞാൻ അതും ഒന്ന് വെച്ച് തരാം. പിന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമന്റ് ബോക്സിൽ കൊടുക്കുക. ജസ്റ്റിസ് ഫോർ രാഹുലിന് കൊടുക്കുക. എന്തായാലും രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ, രാഹുൽ തിരിച്ചു വരണം എന്ന് ആഗ്രഹമുള്ളവർ, രാഹുൽ MLA ആയിട്ട് മത്സരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്ക് ഞാൻ ഒരു വോട്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. രാഹുലിന്റെ വിഷയത്തിൽ മാത്രമേ ഇങ്ങനെ പറയാനുള്ളൂ, കാരണം എനിക്ക് ജനങ്ങളുടെ സപ്പോർട്ട് അറിയണം, അതുകൊണ്ടാണ്. പിന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, സബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്ത് വെക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. രാഹുൽ മാങ്കുട്ടത്തിന് ജാമ്യമില്ല. ജാമ്യം നിഷേധിച്ചുകൊണ്ട് പത്തനംതിട്ട കോടതിയുടെ തീരുമാനം വന്നിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുലിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു തിരുവല്ല കോടതിയിൽ നിന്നുള്ളതാണ്. ജാമ്യ ഹർജി തിരുവല്ല കോടതി തള്ളിയിരിക്കുന്നു. ഈ വിവരങ്ങൾ ഹരിമോഹൻ തന്നെ നൽകും. ഹരി, അഴിക്കുള്ളിൽ തന്നെ തുടരേണ്ടി വരും രാഹുൽ മാങ്കുട്ടത്തിന് എന്നുള്ള വിവരമാണ്. ജയിലിൽ തുടരേണ്ടി വരും. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തന്നെ തുടരേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാഹുൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. രാഹുലിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 3ാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയിട്ടുള്ള ആദ്യത്തെ ജാമ്യാപേക്ഷയാണ്. അത് കോടതി തള്ളിയിരിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങളെല്ലാം തന്നെ നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഒറ്റവരിയിൽ ജാമ്യം തള്ളിക്കൊണ്ട് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചത്. ഇതിൽ രാഹുൽ ഉന്നയിച്ചിരിക്കുന്ന അറസ്റ്റ് അടക്കം നിയമവിധേയമല്ല, അല്ലെങ്കിൽ നിയമവിരുദ്ധമായി നടത്തിയിട്ടുള്ളതാണ് അറസ്റ്റ്. തനിക്കെതിരായിട്ടുള്ള പരാതി അടക്കം നിയമവിരുദ്ധമായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതടക്കമുള്ള കുറേയധികം വാദങ്ങൾ രാഹുൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ള വാദഗതികളെ മുഴുവൻ മുഖവിലക്ക് എടുത്തുകൊണ്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജഡ്ജിയായിട്ടുള്ള അരുന്ധതി ദിലീപാണ് ഇപ്പോൾ വിധി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് ഒരു ഹാബിച്വൽ ഒഫൻഡറായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെയും ഈ പരാതിക്കാരെയും സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തും. അതിജീവിതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിയിങ് അടക്കം നടത്തുന്ന പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വാദങ്ങളൊക്കെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ആ വാദങ്ങളൊക്കെ തന്നെ കോടതി അംഗീകരിക്കുന്ന നിലയാണ് ഇപ്പോൾ കാണുന്നത്. ഈ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ഇനിയും ഇതിൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇതുവരെയുള്ള അന്വേഷണത്തിലുടനീളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിസ്സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. ചോദ്യം ചെയ്യലടക്കം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായി മറുപടിയില്ല. ഫോണിന്റെ പാസ്വേഡ് അടക്കം ചോദിച്ചിട്ടും അതിന് മറുപടി നൽകിയിട്ടില്ല. ശാസ്ത്രീയ പരിശോധന. അപ്പൊ ഇത്രയും വലിയ വിഷയം, അതായത് കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്. എന്തിനാ അയ്യപ്പന്റെ കേസ് പോലും ഇവിടെ മാറ്റി വെച്ചിട്ടാണ് ഈ പറഞ്ഞ രാഹുലിന്റെയും ഇതുമൊക്കെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേരള പോലീസ് ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനും ഈ എന്താ പറയണ്ടേ, ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഓരോ കാര്യങ്ങൾ നടത്താനൊന്നും ഒരു കുഴപ്പമില്ല, തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ രാഹുലിന്റെ ഫോണിന്റെ പാസ്വേഡ് കണ്ടെടുത്താൻ പറ്റുന്നില്ല? കേരളം അത്ര മോശമാണോ? ഇവിടെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന കേരള പോലീസുകാർക്ക് അത് പറ്റുന്നില്ലെന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുവാണ് ഇവിടുത്തെ പോലീസുകാരോട്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തുവാ നിങ്ങൾ ഈ കാണിക്കുന്നത്? അപ്പം പറ, ഇനി നിങ്ങൾ ഇതെല്ലാം പടച്ചു വിടുന്നതാണോ? എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം കാര്യങ്ങളൊക്കെ എന്തോ നിസ്സാരമായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞ കൂട്ടി ഇപ്പൊ ഇതുപോലുള്ള കേസ് കേട്ടൊന്നും ഈ കോടതികളിലൊന്നും എടുക്കാറില്ല. ഹൈക്കോടതിയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഇത് അപ്പം ജാമ്യം കിട്ടുന്ന കേസ് കേട്ടാ. പിന്നെ യുവതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാഹുലിനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കേസും കാര്യങ്ങളൊക്കെ തിരിക്കും, തെളിവുകൾ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. എന്തോ തെളിവുകൾ നശിപ്പിക്കാനാണ്? പിന്നെ അതുപോലെ തന്നെ ഈ ഇരയായ പെൺകുട്ടിയെ സ്വാധീനിക്കും, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആലോചിക്കുക, അത്രേ ഉള്ളൂ പെൺകുട്ടി. ഇപ്പൊ ഇത്രയും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത പെൺകുട്ടി ഓക്കെ രാഹുൽ വന്ന് പറഞ്ഞാൽ അങ്ങ് ഇത് വിട്ടുകൊടുക്കുവോ? എന്തൊക്കെയാണ് ഈ പടച്ചു വിടുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഓക്കെ, ഈ ഒരു വിഷയം വരുന്നതിന് മുമ്പുള്ള ഒരു ന്യൂസ് ഉണ്ട്, ഞാൻ അതൊന്ന് വെക്കാം. 3ാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഇന്ന് നിർണായകമാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി അല്പസമയത്തിനകം വിധി പറയും. ജാമ്യാപേക്ഷയിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു.
അതിന്റെ വിശദാംശങ്ങളാണ് നമുക്കിനി അറിയാനുള്ളത്. ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ഷിജോ, മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ അതിലെ ഹർജിയിലെ വിധി ഇന്ന് വരാനിരിക്കുന്നു. ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ഇന്ന് വിധി പറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടച്ചിട്ട കോടതി മുറിയിൽ പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഒക്കെ നീണ്ട വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. എന്താണ് നമുക്ക് ഇപ്പോഴുള്ള വിവരങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷിജോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാകുമോ അല്ലെങ്കിൽ വീണ്ടും ജയിലിൽ തന്നെ തുടരേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു അന്തിമ തീരുമാനം അറിയാനായിട്ട് ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. 11 മണിയോടുകൂടി കോടതി നടപടികൾ തുടങ്ങും. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയുക. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾ അടച്ചിട്ട കോടതി മുറിയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നിരുന്നു. മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുക. അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണം എന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം പ്രോസിക്യൂഷനും പ്രതിഭാഗവും അംഗീകരിച്ചതോടുകൂടിയാണ് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ഒരു വാദപ്രതിവാദം അടച്ചിട്ട കോടതി മുറിയിൽ നടന്നത്. അതിനകത്ത് സ്വാഭാവികമായിട്ടും പ്രതിഭാഗം ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരി നൽകിയ പരാതിയിൽ പറയുന്ന പല വിവരങ്ങളും വ്യാജമാണ്. രണ്ടുപേരും പരസ്പര സമ്മതത്തോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഒരു തരത്തിലും ഈ പരാതിയിൽ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കബളിപ്പിക്കുകയായിരുന്നില്ല. രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാമായിരുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. അതിജീവിത വിവാഹിതയാണെന്ന് അറിയില്ലായിരുന്നു. വിവാഹിതയാണെന്ന് അറിഞ്ഞതിന് പിന്നാലെ താൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് എന്നുള്ള ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് പറയുന്നു. ഇപ്പൊ രാഹുൽ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഒരു ഭാവം മാത്രം കേൾക്കാതെ 2 വർഷവും കേൾക്കണമല്ലോ. പെൺകുട്ടി കല്യാണം കഴിച്ചത് എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് രാഹുലിന്റെ അടുത്ത് ചെല്ലുകയും ചെയ്തത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പെൺകുട്ടി എന്തുകൊണ്ട് അത് മറച്ചു വെച്ചു? ഓക്കെ, ഈ പെൺകുട്ടി ഇപ്പൊ ഡിവോഴ്സ് ആണോ? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമല്ലേ? മൂന്നാമത്തെ പെൺകുട്ടിയും ഡിവോഴ്സ് ആണോ അല്ലെന്ന് അറിയണം. അപ്പം ആ ഭർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയല്ലേ? ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര ഇതാണ്. കാരണം ഒരു സമയത്ത് 2, 3, 4 ഒക്കെ കൊണ്ട് നടക്കുകയും ചെയ്യും. പിന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോഴാണ് ഓക്കെ, ഒരുത്തൻ എന്തായാലും കാത്തിരിക്കില്ലേ. പക്ഷെ അവന്മാരുടെ സുഖത്തിന് വേണ്ടി കാണുന്നവരോടെ പോവുകയും ചെയ്യും, സന്തോഷിച്ച് നടക്കുകയും ചെയ്യും. പക്ഷേ കാത്തിരിക്കുന്നവന്റെ വിലയോ കാര്യങ്ങളോ ഒന്നും ഇവർക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം അവനവന്റെ സുഖം മാത്രം നോക്കി ജീവിച്ച് നടക്കുന്ന ഇവളെപ്പോലുള്ളവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. 2ാമത്തെ പെൺകുട്ടി വന്നപ്പോഴും ഇതേ ഒരു സംഭവം തന്നെ നടന്നുകൊണ്ടിരുന്നത്. 2ാമത്തെ യുവതിക്കും അവക്കും ഉണ്ടായിരുന്ന ഒരു ഭർത്താവ്. അവൻ പിന്നെ രംഗത്ത് വന്നിട്ട് അവസാനം അവൻ കോമഡി പീസായിട്ട് പോകുമായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ ചിന്തിച്ച് നോക്കുമ്പോൾ അവന്റെ ഉള്ളിലെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, ഇതിപ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇദ്ദേഹത്തിനെ കാണുന്നു, അവസാനം ബന്ധപ്പെടുന്നു, ഒരു പിടുത്തവും കിട്ടുന്നില്ല. 3ാമത്തെ പെൺകുട്ടിയുടെ കേസായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടാണ് ഈ രാഹുലിൻ്റെ അടുത്തോട്ട് പോവുകയും ചെയ്യുന്നത്. പോയി കഴിഞ്ഞപ്പോഴാണ് ഇത് കള്ളവാന്ന് മനസ്സിലായപ്പോൾ രാഹുൽ ഇതിൽ നിന്ന് പിന്മാറാൻ നോക്കി. കുറെ കഴിയുമ്പോഴത്തേക്ക് കിടക്കുന്നത് ഇപ്പം 2 കേസ് വന്നപ്പോൾ 3ാമത് ഇവിടെ അങ്ങോട്ട് കേസും കൊടുക്കുകയും ചെയ്ത് എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു. എങ്ങനെ അയ്യോ, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. പീഡിപ്പിച്ചു എന്നും പറഞ്ഞു. അത് പോട്ടെ, 2024 പീഡിപ്പിച്ച ഒരു വ്യക്തി 3 മാസം മുമ്പ് ആ പെൺകുട്ടി പിന്നെ രാഹുലിന് മെസ്സേജ് അയക്കുന്നു, രാഹുലിനെ കാണുന്നു എന്ന് പറയുന്നു, ഫെനിക്ക് മെസ്സേജ് അയക്കുന്നു, എന്നെ പോലെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഒരു സ്ഥലം നോക്കിയിട്ട് 3-4 മണിക്കൂർ ഇരുന്ന് സംസാരിക്കാനാണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? നിങ്ങൾ ആരെങ്കിലും ഒരാൾ ദ്രോഹിച്ച് പീഡിപ്പിച്ചിട്ട് ഓക്കെ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കാൻ പോവോ? ഞാനതാണ് നിങ്ങളോട് ചോദിക്കുന്നത്, കാണുന്ന പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഒരു മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം അറിയാലോ, അടുത്ത ഇലക്ഷൻ വരുവാണ്. ഇലക്ഷൻ വരുമ്പം ഈ പാർട്ടി ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായോ? കോൺഗ്രസ്സുകാരെ അത് മുൻകൂട്ടി കണ്ട് അതിനങ്ങ് പുറത്താക്കി. കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിപ്പം കേസ് കേട്ട് അവർ മണത്തിട്ടായിരിക്കും അവർ മുൻകൂട്ടി. ഇപ്പം ആർക്കും കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ വി ഡി സതീശനെ അവരെ ഇവിടെയൊക്കെ പറയുന്നുണ്ട് രാഹുലിനെ മാറ്റിയത് ശരിയായില്ലെന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അവർ ബുദ്ധിപൂർവ്വം അത് മാറ്റിയുണ്ട്. ആ പാർട്ടി ഇനി കുറ്റം പറയാൻ ആർക്കും പറ്റത്തില്ല. ഓക്കെ, എന്തായാലും രാഹുലിന് സപ്പോർട്ടായിട്ട് ജനങ്ങളുണ്ടല്ലോ കൂടെ. ഇവിടെ ആരാ പെർഫെക്റ്റ്? നിങ്ങൾ പെർഫെക്റ്റ് ആണോ? ഈ കാണുന്നവരോടെ ചോദിക്കുന്നത്, ഞാൻ പെർഫെക്റ്റ് ആണോ? നിങ്ങൾ ഞങ്ങളാണോ പറയണ്ടേ? ആരും നല്ലതല്ല, ആരും ഈ ലോകത്ത് നല്ലതല്ല. എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കള്ളം പറയാതെ അവൻ കള്ളം പറയാത്തൊരു പയ്യന, ഇവൻ കള്ളം പറയാത്തൊരു പയ്യന, ഇവള് കള്ളം പറയാം, അങ്ങനൊന്നുമല്ല. എല്ലാവരും കള്ളവും പറയും. പറഞ്ഞ മനസ്സിലായോ? ഇപ്പം ഈ സമരം പൊക്കിക്കൊണ്ട് നടക്കുന്നവന്മാരുടെ ഫോൺ എടുത്ത് നോക്കിയാലും കാണാം ഓരോ കാര്യങ്ങളൊക്കെ. ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിജീവിതയാണ് മുറിയെടുത്തത്. അതിജീവിത മുറിയിലേക്ക് തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫെനി നൈനാൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരിയും ഉറ്റ സുഹൃത്തുമായിട്ടുള്ള ഫെനി നൈനാൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട അതിജീവിതയുമായി ബന്ധപ്പെട്ട ചാറ്റിലെ വിവരങ്ങളാണ്. ആ ചാറ്റിലെ വിശദാംശങ്ങളടക്കം തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ പ്രതിഭാഗം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിജീവിത പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പലതും കള്ളമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകണം എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. പ്രതി ഒരു ജനപ്രതിനിധി, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്. ജാമ്യം നൽകിയാൽ മുങ്ങില്ല, നാട്ടിൽ തന്നെ ഉണ്ടാകും, അന്വേഷണമായിട്ട് പൂർണ്ണമായി സഹകരിക്കും എന്നുള്ള ഒരു വാദം കൂടി പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം പ്രോസിക്യൂഷൻ പറയുന്നത് ഇപ്പോൾ ഒരു തരത്തിലും പ്രതിഭാഗം കൊണ്ടുവരുന്ന തെളിവുകളുടെ നിയമസാധുത പരിശോധിക്കേണ്ട ഘട്ടമല്ല. അന്വേഷണം പാതി വഴിയിൽ എത്തി നിൽക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ട് പല കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് അടച്ചിട്ട കോടതി മുറി. ഓക്കെ, അപ്പം ന്യൂസുകൾ പോകുന്ന രീതികളൊക്കെ കണ്ടില്ലേ. ഇന്ന് വേറെ വി ഡി സതീശന്റെ ഒരെണ്ണം വന്നിട്ടുണ്ട്. വി ഡി സതീശൻ ഇന്ന് ഈ ശബരിമല വിഷയത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതിപ്പോ ഇന്ന് ഈ ലോകത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ ഈ മാങ്കൂട്ടം? ഇവിടെ സ്കൂളിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു, അതിനെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്നില്ല. കഷ്ടം. CPM സ്വീകരിക്കുന്നില്ല. അവരെ പൂർണ്ണമായി ഗവൺമെന്റും CPM-ഉം സംരക്ഷിക്കുകയാണ്. അതാണ് യഥാർത്ഥ സ്ഥിതി. അതിനും മറുപടി പറയണം, ഗവൺമെന്റും പറയണം, CPM-ഉം പറയണം. അതിനും മറുപടി ഇല്ലായിരുന്നപ്പോഴാണ് നീ പ്രയാർ ഗോപാലൻ അത് ജീവിച്ചിട്ട് പോലും ഇല്ല പറയണേ. ഇതൊക്കെ ഇതൊന്നും ആര് വന്നു എന്തെന്നല്ല. ആ കാലത്തൊന്നും ഒരു വൃത്തികേടും നടന്നിട്ടില്ലല്ലോ. അല്ലല്ല, കേൾക്ക്, നിങ്ങൾ ഇതില്ലാതാവില്ല. ഇതിനെ ഡൈലൂട്ട് ചെയ്യണ്ട. ഏത് വിഷയം വേണേലും അന്വേഷിക്കുക. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. ആര് വേണമെങ്കിലും ഹൈക്കോടതി പോയി ഏത് കാലത്തെ പറ്റിയും പറഞ്ഞോ, ഹൈക്കോടതി അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ ഏത് കാലത്തെ അന്വേഷണം നടത്തിയാലും സ്വാഗതം ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഇതിനെ വെള്ളം ചേർക്കാൻ നോക്കണ്ട. ഇത് കേരളത്തെ ഞെട്ടിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസാണ്. ജാമ്യം പോലും ഒരുത്തിനും കിട്ടണില്ല, ഒരാൾക്കും കൊടുക്കണില്ല. മനസ്സിലായി? ഒരാൾക്കും ജാമ്യം പോലും കൊടുക്കുന്നില്ല. എന്നിട്ട് പോലും ഒരാൾക്കെതിരെ നടപടി പോലും എടുത്തില്ല. അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കുന്നില്ല. അവരെ സംരക്ഷിക്കുകയാണ്. അപ്പൊ എന്താണ് CPM കരുതുന്നത്? എന്താണ് ഗവൺമെന്റ് കരുതുന്നത്? അതല്ലേ മറുപടി പറയേണ്ടത്. സ്വാഭാവികമായിട്ടും കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ജാമ്യം അത് കൊടുത്തില്ലല്ലോ. എന്നിട്ടും കൊടുത്തില്ലല്ലോ. അല്ലല്ല, അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ അന്വേഷണം നടക്കുന്ന ഇതെല്ലാം അറിയാവുന്നവരല്ലേ ഹൈക്കോടതി ജഡ്ജിമാരായിരിക്കുന്ന ആളുകൾ. അവര് നോക്കട്ടെ. എന്തായാലും അതിനൊരു മന്ദഗതി പാടില്ല, അത് പോകണം. ഞങ്ങൾ ഒരിക്കലും SITയുടെ കാര്യത്തിൽ അവിശ്വാസമൊന്നും പറഞ്ഞിട്ടില്ല. SITയെ മീതെ സമ്മർദ്ദം ചെലുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അതേ പറയാം. അത് കോടതി ശരിവെച്ചല്ലോ. വേറെ രീതിയിൽ മന്ദഗതിയിലായി എന്ന് പറയല്ലോ. ഇടയ്ക്ക് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള SITയുടെ കാര്യമാണ് രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ അവർക്കെതിരെയാണ് ഇവിടുത്തെ ഗവൺമെന്റ്. എന്റെ പൊന്നോ, അവര് ചെയ്യുന്നതെല്ലാം കണക്കാണെന്നുള്ള രീതിയിലാണ് സംസാരമൊക്കെ. ഓക്കെ, എന്തായാലും ശബരിമല വിഷയം മാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പല പല കേസ് കേട്ട് ഓട്ടോറിക്ഷക്കാരുടെ പെൻഷന്റെ മാഞ്ഞു പോകുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. കാണുന്ന നിങ്ങളും നമ്മളും ഒക്കെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു ഓട്ടെങ്കിൽ ഒരു ഓട്ടേ ഉള്ളൂ. അത് ഈ പാർട്ടിക്ക് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ പാർട്ടി ഇഷ്ടമാണെങ്കിൽ പോലും ഒന്ന് ചിന്തിക്കുക. 10 വർഷം ഭരിച്ചില്ലേ, ഇനി വേറെ ആർക്കെങ്കിലും കൊടുക്കാം, എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? എടാ, 10 രൂപ കുറഞ്ഞു കിട്ടിയാൽ നമുക്കല്ലേ ലാഭം? സത്യം പറയാലോ, കൂലിവേലയ്ക്ക് പോകുന്നവർക്കറിയാം യഥാർത്ഥ വില എന്താണെന്ന് പൈസയുടെ. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലാക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.